മന്ത്രി എന്നെ സംവാദത്തിന് വിളിച്ചു. അദ്ദേഹത്തോട് സംവാദം നടത്താൻ ഏറ്റവും കഴിവുള്ള വ്യക്തി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ഇപ്പോൾ MP ആയിരിക്കുന്ന വി കെ ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠനുമായിട്ട് അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ അദ്ദേഹവുമാണ്. അതുകൊണ്ട് രാജേഷിനെ തോൽപ്പിച്ച് MP ആയ വി കെ ശ്രീകണ്ഠൻ തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ ആൾ. വി കെ ശ്രീകണ്ഠനുമായിട്ട് അദ്ദേഹം ഒരു സംവാദത്തിന് ആദ്യം തയ്യാറാകട്ടെ. ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണ്. മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങളതിന് തയ്യാറാണ്. രാജേഷുമായിട്ടുള്ള സംവാദം ഏതായാലും വി കെ ശ്രീകണ്ഠൻ നടത്തുന്നതായിരിക്കും പാലക്കാട് ജനങ്ങൾക്ക് താല്പര്യവും അതായിരിക്കും വസ്തുതാപരമായി കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ലതെന്നുമാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്ന് ഇടതുമുന്നണി എടുത്ത ഈ തീരുമാനം അത് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിന് ശേഷമാണ് ഇടതുമുന്നണി എടുക്കുന്നത് നമ്മൾ ആലോചിക്കണം. സാധാരണഗതിയിൽ തിരിച്ചാണ് ചെയ്യേണ്ടത്. ഇടതുമുന്നണി തീരുമാനമെടുത്തിട്ടാണ് മന്ത്രിസഭാ യോഗത്തിൽ പോകേണ്ടത്. പാലക്കാട്ടെ കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടൊരു വെല്ലുവിളിയാണ്. സർവശക്തി ഉപയോഗിച്ച് ഇതിനെതിരായ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടമുണ്ടാകും. അത് രാഷ്ട്രീയമായ മാത്രമല്ല, ഈ നാടിനെ സ്നേഹിക്കുന്ന, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന, കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള സമരത്തിൽ എല്ലാവരും പങ്കുചേരണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, പ്ലാച്ചിമട സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ അത് പാടെ മറന്നുകൊണ്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഗതികെട്ട നിലപാടാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ പോരാട്ടവുമായി തന്നെ മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഈ പ്ലാന്റുകൾ ഇവിടെ ആരംഭിക്കാനുള്ള നടപടിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകരുത്. അങ്ങനെ പോയാൽ ജനങ്ങളുടെ ശക്തമായ പ്രതിരോധം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് UDF ചേരുന്നുണ്ട്. UDF യോഗം ചേർന്ന് അതിനെപ്പറ്റി ആലോചിക്കും. ഞാൻ പിണറായി വിജയനുമായിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണ്. പാലക്കാട്ടെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അനുയോജ്യനായ വ്യക്തി ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠനെ എന്തിനാണ് അദ്ദേഹം ഭയപ്പെടുന്നത്? അത് പറ്റില്ല. കാരണം അത് മന്ത്രി തന്നെ പറഞ്ഞൊരു വാചകമാണ്. സാധാരണഗതിയിൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായിട്ട് നമ്മൾ നോട്ടീസ് കൊടുത്താൽ അപ്പം തന്നെ സ്പീക്കർ തള്ളിക്കളയും. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അത് തള്ളിക്കളയും എന്നുള്ള അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എഴുതി കൊടുത്ത അഴിമതി ആരോപണമായി ഉന്നയിച്ചത്. മന്ത്രിക്ക്, പാർലമെൻ്ററി കാര്യ മന്ത്രി കൂടിയായ രാജേഷ് അത് മനസ്സിലാക്കണമായിരുന്നു. മനസ്സിലാക്കാതെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ സ്പീക്കർ തള്ളിക്കളയും. അതുകൊണ്ടാണ് അഴിമതി ആരോപണം എഴുതി ഉന്നയിച്ചത്. മന്ത്രി പറയുന്ന ഒരു കാര്യം, അന്ന് ബ്രൂവറി പ്രദേശം സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇതൊരു മഴനിഴൽ പ്രദേശമാണ്, അവിടെ മഴവെള്ള സംഭരണികൾ പ്രായോഗികമല്ല എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് പഴനിയിൽ പോവുകയും അവിടുത്തെ മഴക്കുഴികളൊക്കെ കാണിച്ചു തരികയൊക്കെ ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി പറയുന്നത് ഇത് പോസിബിൾ ആണ് ഈ മേഖലയിൽ. നിങ്ങൾ പറയുന്ന അഹല്യയുടെ കാര്യമല്ലേ? ഞാൻ അഹല്യയുടെ കാര്യം മുഴുവൻ പരിശോധിച്ചു. എത്ര കോടാനുകോടി രൂപ മുടക്കിയാണ് അഹല്യ അവിടെ മഴക്കുഴി ഉണ്ടാക്കിയിരിക്കുന്നത്. തന്നെയുമല്ല, അവർക്ക് ഏതാണ്ട് 10-400 ഏക്കർ സ്ഥലം അവിടെയുണ്ട്. 500 ഏക്കർ സ്ഥലമുണ്ട്. 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അത് വളരെ കാലമായി, എത്രയോ നാളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്, ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് അവിടെ മഴക്കുഴികൾ ഉണ്ടാക്കിയത്. അവർ തന്നെ എന്നോട് പറഞ്ഞു, ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും ഇതുവരെ നിറഞ്ഞ വെള്ളം കിട്ടാറില്ല. പകുതിയിൽ വെള്ളമില്ല, ഉള്ളത് തന്നെ പകുതി പോലും വരുന്നില്ല, നിറയാറില്ല. ഇതാണ് സത്യം. മന്ത്രി പറഞ്ഞാൽ അഹല്യ ഞങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ ശേഷം ഞാനിത് പരിശോധിച്ചപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞതാണ്, ഇവിടെ ഈ മദ്യ കമ്പനികൾ ഉണ്ടാക്കാൻ വരുന്ന ആളുകൾ മഴക്കുഴി ഉണ്ടാക്കാൻ പോവാണ്. അവിടെ ആളുകളെ കുഴിയിലേക്ക് ചാടിക്കാനല്ല ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. അവർ മഴക്കുഴിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് അതാണ് ചെയ്യാൻ പോകുന്നത്. അഹല്യയിലെ ക്യാമ്പസിന് വേണ്ടി 25 വർഷമായി അവർ നടത്തിയ ഒരു നല്ല കാര്യമാണ് അവർ ചെയ്തത്. ഞാൻ തെറ്റൊന്നും പറയുന്നത്.
അവിടെ ആശുപത്രിയുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, 6ഓളം സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വെള്ളമാണ് ഇവിടെ വേണ്ടി വരുന്നത്. ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് 6 മദ്യ പ്ലാന്റുകൾ വേണ്ടി വരുന്നത്. ഇവിടെ ആകെ ഉള്ളത് 26 ഏക്കറാണ്. അത് 26 ഏക്കറിൽ എത്ര എണ്ണം ഉപയോഗിക്കും? കൃഷി അത് കൺവെർഷനുണ്ട്. അതിനെയും ഭൂമി കൺവെർട്ട് ചെയ്യണം. ഇതൊക്കെ വലിയ നൂലാമാലകൾ പിടിച്ച കാര്യങ്ങളാണ്. അത്ര എളുപ്പത്തിൽ ചെയ്തു കഴിയാൻ കഴിയുമോ?